ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് നിരീക്ഷിക്കപ്പെടാത്ത പാതകൾക്ക് അനന്തമായ സാധ്യതകളുണ്ട് എന്നാണ്. ഒരു കുറ്റാന്വേഷകൻ അങ്ങനെ ഒരു പാതയിലൂടെ വഴിമാറി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ആ സാധ്യതകൾ യാഥാർത്ഥ്യമായി മാറുന്നത്. ഒരു സാധാരണക്കാരന്റെ സമയവും അന്വേഷകന്റെ സമയവും സഞ്ചരിക്കുന്നത് രണ്ടു വേഗത്തിലാണ്. എന്താണ് ഉള്ളിൽ എന്നറിയാത്ത ബ്ലാക്ക് ഹോളുകളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ധൈര്യം അവർക്കുണ്ട്. ഒരു കൊലപാതകത്തിന്റെ ഉള്ളറകളിലേക്ക് എത്താനും കുറ്റവാളിയെ പിടികൂടാനും കഴിയുന്നതും അങ്ങനെയാണ്. ആരെന്നും എന്തെന്നും അറിയില്ല. ഒരു വിരൽപ്പാട് പോലുമില്ല. ഏതൊരു കുറ്റാന്വേഷണവും വഴിമുട്ടി നിലച്ചു പോകാവുന്ന അവസ്ഥ. കാൽപ്പാടുകളൊന്നും പതിയാത്ത വഴികൾ എപ്പോഴും വന്യമായ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ആരും നടക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുക എന്നത് വെറുമൊരു യാത്രയല്ല, അതൊരു വെല്ലുവിളിയാണ്. അവിടെ നിന്നാണ് കേരള പോലീസിന്റെ അസാധാരണമായ അന്വേഷണം തുടങ്ങിയത്. കണ്ടെത്തലുകൾ പക്ഷേ ഞെട്ടിക്കുന്നതായിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ വേറിട്ട ഒരു സംഭവമാണ് ഇന്ന്. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ദേശീയപാതയിലൂടെ ശരവേഗത്തിലോടുന്ന വലിയ വാഹനങ്ങൾ രാത്രിയും പകലും ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങളിലും അത് ഒരു ഗ്രാമം തന്നെയായിരുന്നു, കാഴ്ചയിലും സ്വഭാവത്തിലും. കായംകുളം പത്തിയൂർപ്പാടം. പക്ഷേ അന്ന് ആ ഗ്രാമം ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടാണ്. പത്തിയൂർപ്പാടം, കരിയിലക്കുളങ്ങര, കായംകുളം, ആലപ്പുഴ ജില്ല. 2008 ജൂൺ 6. സമയം രാവിലെ 7 മണി. ആലപ്പുഴ ജില്ലയിലെ ദേശീയ പാതയോരത്തെ ഗ്രാമമാണ് കരിയിലക്കുളങ്ങര. ദേശീയപാതയ്ക്കരികിലാണെങ്കിലും ശാന്തസുന്ദരമായ ഒരു ഗ്രാമം. ആ പ്രദേശത്തെ പത്തിയൂർ പാടത്തിന് നടുവിലായി ഒരു കുളമുണ്ട്. പത്തിയൂർ കുളം എന്നറിയപ്പെടുന്ന കുളം. ഗ്രാമീണർ കുളിക്കാനും അലക്കാനുമൊക്കെ ആശ്രയിക്കുന്ന കുളം. അന്ന് രാവിലെ കുളിക്കാനെത്തിയവർ ദൂരെയായി ഒരു കാഴ്ച കണ്ടു. അവിടെ ഏതാണ്ട് കുളത്തിനു മധ്യത്തായി എന്തോ ഒന്ന് പൊങ്ങിക്കിടക്കുന്നു. അതൊരു സ്ത്രീയാണ്. ഏറെ നേരം നോക്കിയിട്ടും അനക്കമില്ല. നീന്തുന്നതല്ല എന്നുറപ്പ്. ഏറെ നേരം കഴിഞ്ഞിട്ടും അനക്കമില്ല. അപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന നാട്ടുകാർ കുളത്തിൽ നിന്നും മുകളിലേക്ക് കയറി. അതൊരു സ്ത്രീയുടെ മൃതദേഹം തന്നെ. കാൽഭാഗമാണ് മുകളിലേക്ക് വ്യക്തമായി കാണാനാകുന്നത്. അഴുകിത്തുടങ്ങിയ നിലയിലാണ് മൃതദേഹം. പക്ഷെ മുഖം വ്യക്തമല്ല. ജനവാസമില്ലാത്ത സ്ഥലത്തെ വലിയ കുളത്തിൽ മൃതദേഹം കണ്ട വാർത്ത കാട്ടുതീ പോലെ ആ ഗ്രാമമാകെ പടർന്നു. കാര്യമറിഞ്ഞവർ കൂടുതൽ പേരോട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്കോടി. കേട്ടവർ കുളത്തിനടുത്തേക്കെത്തി. ആരാണ് മരിച്ചതെന്ന് ഒരു വ്യക്തതയുമില്ല. പ്രദേശവാസിയായ ആരെങ്കിലും ആയിരിക്കുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക. മൃതദേഹത്തിന് നല്ല പഴക്കമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ആർക്കും ആ നിലയിൽ ആളെ തിരിച്ചറിയാൻ കഴിയില്ല. വസ്ത്രഭാഗങ്ങളും പരിചിതമല്ല. എന്തുകൊണ്ടാകും തലേ ദിവസമൊന്നും ആരും അത് കാണാതെ പോയത്? പതിയെ ഗ്രാമത്തിലാകെ ദുരൂഹതയുടെ നിഴൽ വീണു. നാട്ടുകാർ വിവരമറിയിച്ച ജനപ്രതിനിധികൾ അങ്ങോട്ടേക്കെത്തി. വൈകാതെ വിവരം പോലീസിനെ അറിയിച്ചു. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പത്തിയൂർ പാടവും മൃതദേഹം കണ്ട പത്തിയൂർ കുളവും. ജനപ്രതിനിധികൾ നൽകിയ വിവരമനുസരിച്ച് കരിയിലക്കുളങ്ങര SIയും സംഘവും സ്ഥലത്തേക്ക് കുതിച്ചു. (2008 ജൂൺ 6) രാവിലെ 8:30. പോലീസ് സ്റ്റേഷൻ കരിയിലക്കുളങ്ങര. ദേശീയപാതയിലൂടെ കരിയിലക്കുളങ്ങര പോലീസ് പത്തിയൂർ കുളം ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴേക്കും കരിയിലക്കുളങ്ങര പോലീസ് വിവരം
കായംകുളം CI ഹരികൃഷ്ണനെയും അറിയിച്ചു. കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനായിരുന്നു കരിയിലക്കുളങ്ങര പോലീസിന്റെ ചുമതല. കായംകുളത്ത് നിന്ന് വൈകാതെ CIയും സംഘവും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. അപ്പോഴേക്കും കുളത്തിനു ചുറ്റും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. ജനങ്ങളെ ഒരു വിധത്തിൽ മാറ്റിയാണ് പോലീസ് കുളത്തിനു സമീപത്തെ പടവിലേക്കിറങ്ങിയത്. നാട്ടുകാർ അറിയിച്ചതുപോലെ അതൊരു സ്ത്രീയുടെ മൃതദേഹം തന്നെയാണ്. വസ്ത്രധാരണത്തിൽ നിന്ന് അത് വ്യക്തം. സാരിയും ബ്ലൗസുമാണ് വേഷം. മൃതദേഹം അഴുകിത്തുടങ്ങിയതിനാൽ പ്രായം കൃത്യമായി പറയാൻ സാധിക്കാത്ത അവസ്ഥ. മൃതദേഹം ഒരു കെട്ടിട്ട് താഴേക്ക് താഴ്ത്തിയിരുന്ന നിലയിലാണ്. അഴുകിയതിനെ തുടർന്നാകണം കാലുകൾ ജലത്തിന് മുകളിലേക്ക് ഉയർന്നു വന്നത്. തെളിഞ്ഞ വെള്ളത്തിലൂടെ മൃതദേഹം ഏതാണ്ട് കാണാനും കഴിയുന്നുണ്ട്. പോലീസ് മൃതദേഹം കരയ്ക്കെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കുളത്തിന് ഒത്ത നടുവിലായിട്ടാണ് മൃതദേഹം പൊങ്ങിയിരിക്കുന്നത്. അത്തവണ മഴക്കാലം നേരത്തെ തുടങ്ങിയിരുന്നതിനാൽ കുളത്തിൽ ഒരാൾ പൊക്കത്തിലധികം വെള്ളമുണ്ട്. മൃതദേഹം കരയ്ക്കെത്തിക്കാതെ മറ്റു നടപടികളൊന്നും തുടങ്ങാൻ സാധിക്കില്ല. ഫയർഫോഴ്സ് സംഘത്തെ വിവരമറിയിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. അടുത്തുള്ളത് കായംകുളം ഫയർഫോഴ്സ് യൂണിറ്റാണ്. ഉടൻ എത്തണമെന്ന പോലീസ് കായംകുളം ഫയർഫോഴ്സിന് ഇന്റിമേഷൻ നൽകി. അപ്പോഴേക്കും കായംകുളത്ത് നിന്ന് CI ഹരികൃഷ്ണനും സംഘവും പത്തിയൂർക്കുളത്ത് എത്തിയിരുന്നു. വിവരം ലഭിച്ചതിനു പിന്നാലെ ഫയർഫോഴ്സ് സംഘവും എത്തിയ ഉടനെ തന്നെ അവർ പ്രാഥമിക വിലയിരുത്തലുകൾക്ക് ശേഷം മൃതദേഹം കരയ്ക്കെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വെള്ളത്തിൽ മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ട് മൃതദേഹം ഒരു കയറിൽ കെട്ടി കരയിലേക്ക് പരമാവധി വലിച്ചടുപ്പിച്ചു. പിന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ മൃതദേഹം കരയിലേക്ക് കയറ്റിക്കിടത്തി. പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. മൃതദേഹം ഏതാണ്ട് പൂർണ്ണമായും അഴുകിയിട്ടുണ്ട്. ശരീരം മലർത്തിക്കിടത്തിയപ്പോഴാണ് വയർ കുത്തിക്കീറിയ നിലയിലാണെന്ന് തിരിച്ചറിഞ്ഞത്. കുടൽമാല വയറിലെ ആ മുറിവിലൂടെ പുറത്തു വന്ന നിലയിലാണ്. മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങളെല്ലാം മീൻ തിന്നിട്ടുണ്ട്. ആകെ വികൃതമായ അവസ്ഥ. ആളുകൾ ആ മുഖത്തേക്ക് ഒന്നുകൂടി എത്തി നോക്കി. കരിയിലക്കുളങ്ങരയിലോ പരിസരത്തോ കണ്ടിട്ടില്ല. ഒരു സ്ത്രീയെ കാണാതായി എന്നും വിവരമില്ല. മിസ്സിംഗ് കംപ്ലൈന്റുകളുമായി ഈ കേസ് ഒറ്റ നോട്ടത്തിൽ പോലീസിനും മാച്ച് ചെയ്യിക്കാനായില്ല. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാനാകും. അതൊരു ആത്മഹത്യയല്ല, മറിച്ച് കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമാണ്. സാരിയും ബ്ലൗസുമാണ് സ്ത്രീയുടെ വേഷം. അപ്പോഴാണ് പോലീസ് മറ്റൊരു കാര്യം കണ്ടെത്തിയത്. കുളത്തിൽ ശരീരം താഴ്ത്താനുള്ള ശ്രമവും കൃത്യം നടത്തിയവർ ചെയ്തിട്ടുണ്ട്. ഇതിനായി സ്ത്രീയുടെ ബ്ലൗസിനടിയിലൂടെ ഒരു വേലിക്കല്ല് ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. സാരിത്തലപ്പ് ഉപയോഗിച്ച് കാലുകളും വേലിക്കല്ലുമായി കൂട്ടിക്കെട്ടിയ നിലയിലുമാണ്. നടന്നത് വൻ ആസൂത്രണത്തോടുകൂടിയുള്ള കൊലപാതകമെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇതിനു പിന്നിൽ ഒന്നിലധികം പേരുമുണ്ടാകാം. അപ്പോഴേക്കും പത്തിയൂർപ്പാടം ഗ്രാമത്തിൽ സ്ത്രീയുടെ ദുരൂഹമരണ വാർത്ത കട്ടുതീ പോലെ പടർന്നു. എവിടെയെങ്കിലും ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ? ഒരു വട്ടം കൂടി പരിശോധന നടത്തി വാർഡ് അംഗങ്ങൾ. വികൃതമായ രീതിയിലായിരുന്നു സ്ത്രീയുടെ മൃതദേഹമെന്നത് പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തെ കുഴക്കി. സമീപവാസികളോട് നടത്തിയ പ്രാഥമിക വിവരശേഖരണത്തിൽ ആ സ്ത്രീ ആരാണ് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. വൈകാതെ മൃതദേഹത്തിൽ നിന്ന് പുഴുവരിച്ചു തുടങ്ങി. പരിസരമാകെ അസഹ്യമായ ദുർഗന്ധം പടർന്നു.
പോലീസ് അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി. അന്വേഷണ ചുമതല കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനായിരുന്നു. ആർക്കും പരിചയമുള്ള സ്ത്രീയല്ല. അപ്പോൾ മറ്റെവിടെന്നെങ്കിലും ഇവിടേക്ക് എത്തിയതാണോ? അടുത്തിടെ പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ത്രീകൾ ആ നാട്ടിലെത്തിയിരുന്നോ? സമീപ പ്രദേശങ്ങളിൽ ആരെങ്കിലും കാണാതായ പട്ടികയിലുണ്ടോ? കരിയിലക്കുളങ്ങര, കായംകുളം പോലീസ് സ്റ്റേഷനുകളിലെ തിരോധാന കേസുകൾ പരിശോധിച്ചു. പക്ഷേ സ്ത്രീകളെ കാണാതായതായി പരാതിയില്ല. സമാന വിവരങ്ങളുള്ള കേസുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. പോലീസിന് മുന്നിലുള്ളത് ആരാണ് കൊല്ലപ്പെട്ടത് എന്ന ചോദ്യമാണ്. കുളത്തിനു സമീപം വച്ചല്ല കൊലപാതകം നടന്നിരിക്കുന്നത്. ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്തി ഇവിടെ എത്തിച്ചതാകാം. അല്ലെങ്കിൽ ജീവനോടെ കല്ലുകൾ വെച്ച് കിട്ടി കുളത്തിലേക്ക് തള്ളിയതാകാം. അങ്ങനെ സാധ്യതകൾ പലതാണ്. രാവിലെ 11 മണി. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരെയല്ല മൃതദേഹം കണ്ടെത്തിയ സ്ഥലം. പല വീടുകളിൽ നിന്നും കാണാൻ കഴിയുന്ന തരത്തിലാണ് ആ കുളമുള്ളത്. അപ്പോൾ രാത്രിയായിരിക്കാം ആ സ്ത്രീയുടെ മൃതദേഹം കൃത്യം നടത്തിയവർ കുളത്തിലേക്ക് തള്ളിയിരിക്കുക എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. സംഭവത്തിന് സാക്ഷികൾ ആരും തന്നെയില്ല. പ്രദേശവാസികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ആരും സംശയാസ്പദമായ ഒന്നും തന്നെ സമീപ ദിവസങ്ങളിൽ അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാകും പിടിവള്ളി. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കൊലപാതകം ഈ കുളത്തിന് അധികം ദൂരെയല്ലാതെയാണ് നടന്നതെങ്കിൽ അതിന്റെ സൂചനകളും ഇവിടെ അവശേഷിക്കുന്നുണ്ടാകും. അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കാത്ത ഇടങ്ങൾ ആ ഭാഗത്തുണ്ടോ? പരിസരമാകെ തെരച്ചിൽ നടത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു. വളരെ നേരം നീണ്ടുനിന്ന അന്വേഷണം. ആ പ്രദേശമാകെ പോലീസ് സംഘം അരിച്ചുപെറുക്കി. സംശയകരമായി എന്തു കണ്ടാലും പോലീസിനെ അറിയിക്കാൻ നാട്ടുകാർക്ക് നിർദ്ദേശം നൽകി. പക്ഷേ അന്വേഷണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ നിരാശയായിരുന്നു ഫലം. അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. സംഭവസ്ഥലത്തിന് ഏതാണ്ട് അടുത്തു തന്നെ വളരെ ദൂരെയല്ലാതെ ഒരു പാടവും കാവും ഉണ്ടായിരുന്നു. ആ കാവിന് പരിസരത്തു കൂടി പോയ ചിലർക്ക് വല്ലാത്ത ഒരു ദുർഗന്ധം കിട്ടി. കാവിനുള്ളിൽ നിന്നായിരിക്കണം. നാട്ടുകാരിൽ ഒരാൾ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചു. 500 മീറ്റർ അകലെയുള്ള ഈ കാവ് കൂടി പരിശോധിക്കണം. പക്ഷെ അവിടെ എത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ദുർഗന്ധത്തിന് കാരണം കണ്ടെത്തി. അവിടെ ചത്തുകിടന്ന ഒരു പൂച്ച. പാമ്പ് കടിച്ചതോ തെരുവ് നായ്ക്കൂട്ടം ആക്രമിച്ചതോ ആയിരിക്കാം. പൂച്ചയുടെ ജഡവും അഴുകിത്തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ദുർഗന്ധം പരക്കാൻ കാരണം. പോലീസ് ടീം മടങ്ങാൻ തുടങ്ങി. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന കായംകുളം CI ഹരികൃഷ്ണന് ഒരു ചെറിയ സംശയം. വെറുതെ ഒരു സംശയം. പൂച്ചയുടെ ജീവനില്ലാത്ത ശരീരത്തിന് 2-3 ദിവസത്തെ പഴക്കം കാണും. തങ്ങൾക്ക് അന്ന് രാവിലെ കിട്ടിയ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം. ഓൺ സീൻ ഇൻഡ്യൂഷൻ. ഒരു അന്വേഷകന് കൃത്യം നടന്ന സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ച. ഹരികൃഷ്ണന്റെ സംശയം കേട്ട ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ചിലപ്പോൾ ഉള്ളിൽ ചിരിച്ചു കാണും. പക്ഷെ CI ഹരികൃഷ്ണൻ തമാശയ്ക്കായിരുന്നില്ല അത് പറഞ്ഞത്. സർപ്പക്കാവാണ്. സാധാരണ നിലയിൽ എലികൾ ഉണ്ടാവാറില്ല. ആരും ഭക്ഷണത്തിന്റെ അവശിഷ്ടം ആ കാവിൽ കൊണ്ട് തള്ളാറുമില്ല. അതുകൊണ്ട് തന്നെ പൂച്ചകൾ കാവുകളിൽ അലഞ്ഞുതിരിയാറില്ല. അപ്പോൾ പിന്നെ ഈ പൂച്ച എങ്ങനെ അവിടെ എത്തി? ആരെയെങ്കിലും പിന്തുടർന്നാകുമോ പൂച്ച കാവിന് സമീപത്തേക്ക് എത്തിയത്? പൂച്ച ചത്തതിന്റെ കാരണം ഒന്നറിഞ്ഞു വെക്കാൻ തന്നെ CI ഉറപ്പിച്ചു. പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ നിർദ്ദേശം നൽകി. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ അന്നോളം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വ്യത്യസ്തമായ വഴി.
പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം പക്ഷെ അങ്ങനെ വെറുതെ നടക്കില്ല. ഇൻക്വസ്റ്റും മഹസറും ഒക്കെ വേണം. ഒരു കൊലപാതക കേസിന്റെ അതേ വഴികൾ തന്നെ പോലീസ് സ്വീകരിക്കണം. പോലീസ് എന്തായാലും നടപടികൾ ആരംഭിച്ചു. സംശയകരമായ സാഹചര്യത്തിൽ ചത്ത പൂച്ചയ്ക്ക് മഹസർ. ഇൻക്വസ്റ്റ് നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കി. ഇനി പൂച്ചയുടെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തണം. അതിനുള്ള നടപടിക്രമങ്ങൾ. പോലീസിന് ആദ്യമായിരുന്നു ആ അനുഭവം. പക്ഷേ അത് സംഭവിക്കുന്നു. തുടക്കത്തിൽ കേസന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മനുഷ്യരുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു ഫോറൻസിക് സർജനെയാണ് സമീപിച്ചത്. പക്ഷേ മൃഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം തങ്ങളുടെ പരിധിയിൽ വരില്ലെന്ന നിലപാടായിരുന്നു അവർക്ക്. ഇതോടെ പൂച്ച ചത്തതെങ്ങനെയെന്ന് കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമായി. തുടർന്നാണ് പോലീസ് ഒരു വെറ്റിനറി സർജന്റെ സഹായം തേടുന്നത്. കേരളത്തിൽ ഇന്നുവരെ ഒരു വെറ്റിനറി സർജനും അന്നോളം പൂച്ചയുടെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ സാധ്യമല്ലെന്ന് അവർ അറിയിച്ചു. പക്ഷേ ഹരികൃഷ്ണന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തിന് മുന്നിൽ ആ സർജൻ വഴങ്ങി. ഒരു വെറ്റിനറി സർജൻ ഒരു കൊലപാതക കേസിൽ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായി. അപ്പോഴും മരിച്ച സ്ത്രീ ആരെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. ഭ്രാന്തമെന്ന് പലരും കരുതിയ ആ വഴി, അത് ഈ അന്വേഷണത്തിന്റെ ഗതി മാറ്റുമെന്ന് ആരും കരുതിയില്ല. ഹരികൃഷ്ണൻ എന്ന ഇൻസ്പെക്ടറുടെ ഊഹം, ദാറ്റ് ഹാൻഡ്സ് ഓൺ ദ സ്പോട്ട്, അത് തെറ്റിയില്ല. നിർണായക വിവരങ്ങളായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പൂച്ചയുടെയും സ്ത്രീയുടെയും മരണം നടന്നത് ഒരു ദിവസം തന്നെ, അതും ഏതാണ്ട് ഒരേ സമയത്ത്. അപ്പോൾ ആ സ്ത്രീക്കും ചത്ത പൂച്ചയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണകാരണമായിരുന്നു ഏവരെയും ഞെട്ടിച്ചത്. വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമായിരുന്നില്ല സ്ത്രീയുടേത്. സ്ത്രീയുടെയും പൂച്ചയുടെയും വയറ്റിൽ വിഷമുണ്ടായിരുന്നു. രണ്ടുപേരുടെ വയറ്റിലും കണ്ടെത്തിയിരിക്കുന്നത് ഒരേ വിഷം, ഫ്യൂരിഡാൻ എന്ന മാരകമായ വിഷം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പിന്നെയുമുണ്ടായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സ്ത്രീയുടെയും പൂച്ചയുടെയും വയറ്റിലെ ഭക്ഷണവും ഒരുപോലെയായിരുന്നു. ചോറും കറികളുമാണ് സ്ത്രീയുടെയും പൂച്ചയുടെയും വയറ്റിലുണ്ടായിരുന്നത്. അതായത് ഒരേ ഭക്ഷണമാണ്, ഏതാണ്ട് ഒരുമിച്ചാണ് സ്ത്രീയും പൂച്ചയും അവസാനമായി കഴിച്ചിരിക്കുന്നത്. അതോടെ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: സ്ത്രീയുടെയും പൂച്ചയുടെയും മരണത്തിനു പിന്നിൽ ഒരാൾ തന്നെ, അല്ലെങ്കിൽ ഒന്നിലധികം പേർ. കൊലപാതകയിലേക്ക് ഒരു പടി കൂടി പോലീസ് അടുക്കുകയായിരുന്നു. ചത്ത പൂച്ച ആ സ്ത്രീയുടെ തന്നെ ആയിരിക്കുമോ? എന്തിനാണ് കൃത്യം നടത്തിയവർ സ്ത്രീയെ കൂടാതെ ആ പൂച്ചയെ കൂടി വകവരുത്തിയത്? പൂച്ച സ്ത്രീയുടെ അടുത്ത് എങ്ങനെ വന്നു? ഇരുവരുടെയും ഭക്ഷണം ഒരുപോലെ ആയത് എങ്ങനെയാണ്? ഉത്തരം തേടാൻ പോലീസിന് മുന്നിൽ ആകെയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പിന്നെ ചത്ത പൂച്ചയുടെ ചിത്രങ്ങളും മാത്രം. അടുത്ത ദിവസം തന്നെ വാർത്ത പത്രമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ആരും മൃതദേഹത്തിൽ അവകാശവാദം ഉന്നയിച്ചില്ല. അതോടെ അന്വേഷണം പൂച്ചയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീക്കാൻ പോലീസ് തീരുമാനിച്ചു. പൂച്ചയുടെ ഉടമസ്ഥനെ തേടിയായി പോലീസിന്റെ അന്വേഷണം. ചത്ത പൂച്ചയുടെ ഫോട്ടോയുമായി പോലീസ് കരിയിലക്കുളങ്കരയിലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി. പോലീസ് നടത്തുന്നത് മണ്ടത്തരമാണോ എന്ന് സംശയിച്ച നാട്ടുകാർ ഊറിച്ചിരിച്ചു. മരിച്ച സ്ത്രീക്കൊപ്പം ചത്ത പൂച്ചയുടെ ചിത്രം കൂടി കാണിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. തമാശയായി കരുതിയ അന്വേഷണത്തിനു പക്ഷേ വൈകാതെ ഫലം കണ്ടു. ഒരു വീട്ടുകാർ ആ പൂച്ചയെ തിരിച്ചറിഞ്ഞു. നിറം ഏകദേശം സമാനമാണ്. ഞങ്ങളുടെ ഒരു പൂച്ചയെ കാണാതായിട്ടുണ്ട്, ഏതാണ്ട് ഇതുപോലെ ഇരിക്കും, വീട്ടുകാർ പറഞ്ഞു. പൂച്ചയെ കാണാതായ ദിവസം ഓർമ്മയുണ്ടോ? പോലീസ് തിരികെ ചോദിച്ചു.
ജൂൺ 3 ഇതായിരുന്നു വീട്ടുകാരുടെ മറുപടി. ജൂൺ 3 ആ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പൂച്ചയെയും കാണാതായത്. പൂച്ച ചത്ത കാര്യം മറ്റു വീടുകളിൽ പോകാറുണ്ടോ? അടുത്തുള്ള വീടുകളിലൊക്കെ? പോലീസിന്റെ ആ ചോദ്യം എന്തിനാണ് എന്ന വീട്ടുകാർക്ക് മനസ്സിലായില്ല. പോകാറുണ്ട് സർ, മറുപടി നൽകി. ഏതൊക്കെ വീടുകളിൽ? വിശദമായി പറയൂ. സർ, പൂച്ച പല വീടുകളിലും പോകാറുണ്ട്. കൂടുതലും പോകുന്നത് ആ വീട്ടിലേക്കാണ്. അവരാ വീട് പോലീസിന് ചൂണ്ടിക്കാട്ടി. ആരുടെ വീടാ അത്? പോലീസ് അന്വേഷണം പിന്നെ ആ വീട് കേന്ദ്രീകരിച്ചായി. നാടുതോറും നടന്ന് പാത്രക്കച്ചവടം നടത്തുന്ന ജലാലുദ്ദീൻ എന്നയാളിന്റെ വീട്ടിലാണ് പൂച്ച സ്ഥിരമായി പോകാറുണ്ടായിരുന്നത്. പോലീസ് സംഘമുടൻ ജലാലുദ്ദീന്റെ വീട്ടിലെത്തി. പക്ഷെ അയാൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. പാത്രക്കച്ചവടവുമായി ഇറങ്ങിയാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞാണ് ജലാലുദ്ദീൻ മടങ്ങിയെത്താറുള്ളതെന്ന് അയൽവാസികൾ പറഞ്ഞു. ജലാലുദ്ദീന്റെ മൊബൈൽ നമ്പറും പോലീസ് ശേഖരിച്ചു. പിന്നാലെ CI ഹരികൃഷ്ണൻ ജലാലുദ്ദീനെ വിളിച്ചു. എന്നാൽ കച്ചവടത്തിനായി യാത്രയിലാണ് എന്നായിരുന്നു ജലാലുദ്ദീന്റെ മറുപടി. പിന്നീട് പലതവണ CI വിളിച്ചെങ്കിലും പല സ്ഥലങ്ങളിലാണെന്ന മറുപടിയാണ് ലഭിച്ചത്. ജലാലുദ്ദീൻ പറയുന്നത് സത്യമാണോ? പോലീസിന് സംശയമായി. നമ്പർ സൈബർ സെല്ലിന് കൈമാറി. അവർ ലൊക്കേഷനുകൾ പരിശോധിക്കാൻ ആരംഭിച്ചു. ജലാലുദ്ദീൻ പറഞ്ഞതൊക്കെ നുണയാണ്. CI വിളിക്കുന്ന സമയത്ത് കരിയിലക്കുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന ജലാലുദ്ദീൻ ചങ്ങനാശ്ശേരിയിലെന്നായിരുന്നു മറുപടി നൽകിയത്. പിന്നീട് പോലീസ് വിളിച്ചപ്പോഴൊക്കെ അയാൾ പറഞ്ഞത് കള്ളമായിരുന്നു. അടൂരിൽ നിൽക്കുന്ന സമയത്ത് കരുനാഗപ്പള്ളിയിലാണെന്നും പന്തളത്ത് നിൽക്കുമ്പോൾ ആലപ്പുഴയിലാണെന്നും ജലാലുദ്ദീൻ പറഞ്ഞത് പോലീസിന്റെ സംശയം ഇരട്ടിയാക്കി. പോലീസിനോട് തുടർച്ചയായി നുണ പറയുന്ന ജലാലുദ്ദീനെ സംശയിക്കുന്ന പ്രതികളുടെ പട്ടികയിലേക്ക് പോലീസ് എടുത്തു. ജലാലുദ്ദീന്റെ പശ്ചാത്തലം അന്വേഷിക്കാൻ ആരംഭിച്ചു. നാട്ടിൽ വലിയ പ്രശ്നക്കാരനായിരുന്നില്ല ജലാലുദ്ദീൻ. നാട്ടുകാരുമായി വലിയ സൗഹൃദവും സൂക്ഷിച്ചിരുന്നില്ല. പാത്രക്കച്ചവടവുമായി പോയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് വരില്ല. വഴിയിൽ എവിടെയെങ്കിലും താമസിക്കും. കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും അയാൾ കച്ചവടവുമായി പോയിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നതിനാൽ ബന്ധുക്കളുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. ജലാലുദ്ദീനെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കേസിൽ നിർണായകമായ മറ്റൊരു സംഭവവും നടന്നു. ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള കരുവാറ്റയിൽ നിന്ന് തൻ്റെ അമ്മയെ കാണാനില്ല എന്ന് കാണിച്ച് ഒരു യുവാവ് ഹരിപ്പാട് പോലീസിൽ പരാതി നൽകി. കാണാതാകുന്നവരുടെ പരാതി കായംകുളം CIക്ക് കൈമാറണമെന്ന് നേരത്തെ നിർദ്ദേശമുള്ളതിനാൽ ആ പരാതിയും ഹരികൃഷ്ണന്റെ മുന്നിലെത്തി. കാണാതായ സ്ത്രീക്ക് 50 വയസ്സ് പ്രായം. മകന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ജൂൺ 3 രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് അമ്മയെന്നായിരുന്നു യുവാവ് പരാതിയിൽ പറഞ്ഞത്. മരിച്ച സ്ത്രീയുടെ പ്രായം നിർണയിച്ചത് 45-നും 50-നും ഇടയിലെന്നായിരുന്നു. ഈ പരാതി ഒരുപക്ഷെ വഴിത്തിരിവായേക്കും. പരാതി നൽകിയ മകനെ പോലീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മോർച്ചറിയിലുള്ളത് തൻ്റെ അമ്മ തന്നെയെന്ന് ആ മകൻ സാക്ഷ്യപ്പെടുത്തി. തൻ്റെ അമ്മ പങ്കജാക്ഷി. വയസ്സ് 50, കരുവാറ്റ, ആലപ്പുഴ. ഇതേ സമയം സംശയം ബലപ്പെട്ടതിനാൽ ജലാലുദ്ദീനായി പോലീസ് വലവിരിച്ചു. പങ്കജാക്ഷിയും ജലാലുദ്ദീനും തമ്മിൽ പരിചയമുണ്ടായിരുന്നോ എന്ന കാര്യമാണ് പോലീസ് ആദ്യം തിരക്കിയത്. അതേക്കുറിച്ചുള്ള സൂചനകൾ വൈകാതെ പോലീസിന് ലഭിച്ചു. പങ്കജാക്ഷിയുടെ അയൽക്കാരിൽ നിന്നാണ് പാത്രക്കച്ചവടവുമായി ഇടയ്ക്കിടെ ഒരാൾ അവിടെ എത്താറുണ്ട് എന്നുള്ള വിവരം പോലീസ് അറിയുന്നത്. 2008 ജൂൺ 12, സമയം പുലർച്ചെ 1 മണി. ജലാലുദ്ദീന്റെ നീക്കങ്ങളിൽ സംശയം തോന്നിയ പോലീസ് കരിയിലക്കുളങ്കരയിലെ ഇയാളുടെ വീട്ടിൽ നിരീക്ഷണം ശക്തമാക്കി. ഇയാൾ വീട്ടിലെത്തിയാൽ ഉടൻ കസ്റ്റഡിയിലെടുക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. പോലീസിന്റെ സംശയങ്ങൾ ശരിവെച്ച് അർദ്ധരാത്രിയോടെ ജലാലുദ്ദീൻ വീട്ടിലെത്തി. മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറി. കരിയിലക്കുളങ്കരയിൽ നിന്നെത്തിയ പോലീസ് സംഘം ആ വീട് വളഞ്ഞു. ജലാലുദ്ദീനെ പിടികൂടി.
സ്റ്റേഷനിൽ എത്തിച്ചു നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ജലാലുദ്ദീൻ കുറ്റം സമ്മതിച്ചു. ജലാലുദ്ദീൻ, വയസ്സ് 32, ജോലി പാത്രക്കച്ചവടം, കരിയിലക്കുളങ്ങര, ആലപ്പുഴ ജില്ല. പാത്രക്കച്ചവടത്തിനായി നാടുനീളെ തന്റെ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ജലാലുദ്ദീൻ. ചെറുപ്പമായതിനാൽ തന്നെ ഒരു തവണ വീട് വിട്ടാൽ പിന്നെ 3-4 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച, അത് കഴിഞ്ഞാകും അയാൾ വീട്ടിലേക്ക് തിരികെ എത്തുക. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം ഇങ്ങനെ പ്രധാനമായും ജലാലുദ്ദീൻ കച്ചവടത്തിന് പോകുന്ന ജില്ലകൾ ഇതൊക്കെയാണ്. അങ്ങനെയാണ് ജലാലുദ്ദീൻ ആലപ്പുഴ ജില്ലയിലെ തന്നെ കരുവാറ്റയിലും എത്തിയത്. വൈകാതെ കച്ചവടത്തിനായി കരുവാറ്റയിലെത്തിയ ജലാലുദ്ദീനും പങ്കജാക്ഷിയും തമ്മിൽ പരിചയപ്പെട്ടു. ആദ്യം നല്ല രീതിയിൽ തുടങ്ങിയ സൗഹൃദം, ആ സൗഹൃദം മെല്ലെ വളർന്നു. ഇടയ്ക്ക് ജലാലുദ്ദീൻ പങ്കജാക്ഷിയോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. ഇരുവരും തമ്മിൽ സൗഹൃദം അപ്പോഴേക്കും ആ നിലയിലേക്ക് വളർന്നിരുന്നു. പങ്കജാക്ഷി തന്നെ തന്റെ സ്വർണം പണയം വെക്കാനായി ജലാലുദ്ദീന് ഊരി നൽകി. തിരികെ എടുത്തു നൽകുമെന്ന ഉറപ്പിന്മേലാണ് പങ്കജാക്ഷി സ്വർണം നൽകിയത്. ഒരു ദിവസം പങ്കജാക്ഷി തന്റെ സ്വർണം തിരികെ ചോദിച്ചു. എന്നാൽ പല ആവശ്യങ്ങൾക്കായി സ്വർണം പണയം വെച്ച ജലാലുദ്ദീന് അത് എടുത്തു നൽകാൻ സാധിച്ചില്ല. പണയം വച്ചിരിക്കുകയാണെന്നും വൈകാതെ എടുത്തു നൽകുമെന്നും പറഞ്ഞ് ജലാലുദ്ദീൻ സമയം തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ സ്വർണം തിരികെ വേണമെന്ന ആവശ്യത്തിൽ പങ്കജാക്ഷി ഉറച്ചു നിന്നതോടെ ജലാലുദ്ദീന് മുന്നിൽ വേറെ വഴിയില്ലാതായി. സ്വർണമുടൻ തിരികെ നൽകിയില്ലെങ്കിൽ കരിയിലക്കുളങ്ങരയിലെ വീട്ടിൽ വരുമെന്നും നാട്ടുകാരെ വിവരമറിയിക്കുമെന്നും പങ്കജാക്ഷി ഭീഷണി മുഴക്കി. ഇതോടെയാണ് പങ്കജാക്ഷിയെ കൊല്ലാൻ ജലാലുദ്ദീൻ തീരുമാനിച്ചത്. സ്വർണം തിരികെ എടുക്കാമെന്നും തന്റെ കൂടെ തിരുവനന്തപുരം വരെ വരണമെന്നും ജലാലുദ്ദീൻ ആവശ്യപ്പെട്ടു. പങ്കജാക്ഷി ഇതിന് സമ്മതിക്കുകയും ചെയ്തു. സ്വർണം നഷ്ടമാകരുത്, അത് തിരികെ കിട്ടിയേ പറ്റൂ. മൂത്തമകൻ കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാണ് പങ്കജാക്ഷി രാവിലെ കരുവായിട്ടിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. പക്ഷേ അവർ പോയത് ജലാലുദ്ദീനടുത്തേക്കായിരുന്നു. ഇരുവരും കായംകുളത്തെത്തിയ ശേഷം ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. ജൂൺ 3, സമയം രാവിലെ 9 മണി. തിരുവനന്തപുരം ഭീമാപള്ളിയിലേക്കാണ് ഇരുവരും ആദ്യം പോയത്. പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ പകൽ മുഴുവൻ സമയം ചെലവഴിച്ചു. ഇതിനിടെ ഒട്ടേറെ തവണ പങ്കജാക്ഷി അസ്വസ്ഥയായി സ്വർണം തിരികെ തരണമെന്നാവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ സമയം തനിക്ക് വേണമെന്നായിരുന്നു ജലാലുദ്ദീന്റെ മറുപടി. 2008 ജൂൺ 3 രാത്രി 10 മണി. ജലാലുദ്ദീനും പങ്കജാക്ഷിയും തിരികെ കായംകുളം KSRTC സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. കരിയിലക്കുളങ്ങരയിലെ ജലാലുദ്ദീന്റെ വീടാണ് അടുത്ത ലക്ഷ്യം. കായംകുളത്ത് നിന്ന് അടുത്ത ബസ് കയറി ഇരുവരും കരിയിലക്കുളങ്ങരയിൽ വന്നു. വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് രണ്ടുപേരും വീടിനു സമീപത്തെ പറമ്പിലേക്കാണ് ആദ്യം പോയത്. ഭക്ഷണം വാങ്ങിച്ചു വരാമെന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ അവരെ പത്തിയൂർപ്പാടത്തെ ആ വിജനമായ പറമ്പിലിരുത്തി. തുടർന്ന് ജലാലുദ്ദീൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ വെച്ച ഭക്ഷണത്തിൽ ഫ്യൂറിഡാൻ ചേർത്തു. ഒരു കുപ്പി വെള്ളവും ജലാലുദ്ദീൻ വീട്ടിൽ നിന്നെടുത്തു. അതിലും അയാൾ ഫ്യൂറിഡാൻ കലർത്തി. പങ്കജാക്ഷി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചാൽ കുടിക്കാനുള്ള വെള്ളം നൽകി കൊലപ്പെടുത്താനായിരുന്നു ജലാലുദ്ദീന്റെ നീക്കം. പറമ്പിലിരുന്നു തന്നെ പങ്കജാക്ഷി ആ ഭക്ഷണം കഴിച്ചു തുടങ്ങി. നിമിഷങ്ങൾ. വിഷം ചേർത്ത ഭക്ഷണം കഴിച്ച പങ്കജാക്ഷി ഛർദ്ദിച്ചു തുടങ്ങി. കുഴഞ്ഞു വീണ പങ്കജാക്ഷിയെ കഴുത്തിൽ സാരി ഉപയോഗിച്ച് കുരുക്കിട്ടു. അപ്പോഴേക്കും ഒന്നൊച്ച വെക്കാൻ പോലുമാകാതെ അവശ നിലയിലായ പങ്കജാക്ഷിയുടെ വായിലേക്ക് ജലാലുദ്ദീൻ ഫ്യൂറിഡാൻ കലക്കിയ വെള്ളം ബലമായി ഒഴിച്ചു നൽകി. പിന്നെ സർവശക്തിയുമെടുത്ത് കഴുത്തിലെ കുരുക്ക് മുറുക്കി ജലാലുദ്ദീൻ പങ്കജാക്ഷിയുടെ മരണം ഉറപ്പാക്കി.
പങ്കജാക്ഷിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണമാലയും സ്വർണക്കമ്മലും അയാൾ അഴിച്ചെടുത്തു. പിന്നാലെ മൃതദേഹം വലിച്ചിഴച്ച പത്തിയൂർ പാടത്തിന് നടുവിലെ കുളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പങ്കജാക്ഷിയുടെ വയർ കുത്തിക്കീറി. ശരീരം ചീർത്തു വീർക്കാതെ വേഗം അഴുകിപ്പോകാനായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. പിന്നെ ധരിച്ചിരുന്ന സാരിയുടെ തലപ്പ് വലിച്ചെടുത്ത് അവിടെ സമീപത്ത് കിടന്നിരുന്ന വേലിക്കല്ല് ശരീരത്തിൽ കെട്ടിവെച്ചു. കാലുകളും വേലിക്കല്ലിനോട് ചേർത്ത് കെട്ടിയിരുന്നു. ഒരു കാരണവശാലും മൃതദേഹം പൊങ്ങരുത്. മെല്ലെ പങ്കജാക്ഷിയുടെ ശരീരം വെള്ളത്തിൽ താഴ്ത്തി. പക്ഷെ ജലാലുദ്ദീന്റെ ഈ കണക്കുകൂട്ടൽ തെറ്റി. മൂന്നാം പക്കം മൃതദേഹം പൊന്തിയതോടെ കഥ മാറി. പങ്കജാക്ഷിയെ പാടത്തൊറ്റക്കിരുത്തി രാത്രി വീട്ടിലെത്തി ആഹാരമെടുത്തു മടങ്ങുന്ന ജലാലുദ്ദീൻ അറിയാതെ ആ പൂച്ച അയാളെ പിന്തുടർന്നു. കവറിലുണ്ടായിരുന്ന ചോറിന്റെയും ഇറച്ചിയുടെയും മണം പിടിച്ചായിരുന്നു പൂച്ചയുടെ പോക്ക്. മണം പിടിച്ച് ജലാലുദ്ദീനെ പിന്തുടർന്ന പൂച്ച പാടത്തേക്കെത്തി. ജലാൽ പങ്കജാക്ഷിയുടെ മൃതദേഹം കുളത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനിടെ പൂച്ച ബാക്കിയുള്ള ഭക്ഷണവും അവിടെയുണ്ടായിരുന്ന ഛർദിലും ഭക്ഷിച്ചു. വൈകാതെ പൂച്ചയും അവശതയിലായി. അത് നടക്കുന്നതിനിടെ കാവിന് സമീപത്ത് വെച്ച് ചത്തു വീണു. തിരികെ വന്ന ജലാലുദ്ദീൻ ബാക്കിയുള്ള ഭക്ഷണാവശിഷ്ടം തിരികെ കവറിലാക്കി വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് പതിവ് പോലെ തന്റെ പാത്രക്കച്ചവടത്തിനായി ജലാലുദ്ദീൻ തന്റെ സ്കൂട്ടറിൽ യാത്ര തിരിച്ചു. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച സൂചനകളിൽ ജലാലുദ്ദീൻ പണയം വെച്ച പങ്കജാക്ഷിയുടെ സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കണ്ടെടുത്തു. കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജലാലുദ്ദീന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പിന്നീട് ഹൈക്കോടതിയും ജലാലുദ്ദീന്റെ ശിക്ഷ ശരിവച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ IPC 302 കൊലപാതകം, 392 കവർച്ച, 201 തെളിവ് നശിപ്പിക്കൽ. ജലാലുദ്ദീൻ ഇപ്പോഴും തടവറയിലാണ്. കളക്റ്റീവ് അൺകോൺഷ്യസ് കാൾ യുങ്ങിന്റെ തിയറിയാണ്. സമൂഹത്തിന്റെ പൊതുബോധം നിർമ്മിച്ച ചട്ടക്കൂടുകളെ ചിലർ പൂർണ്ണമായും നിരസിക്കുന്നു. കാരണം അവർക്കറിയാം എങ്ങനെ സഞ്ചരിക്കണമെന്ന്. അടുത്ത കാലത്ത് കൊല്ലത്ത് ഉത്ര എന്ന യുവതി കൊല്ലപ്പെട്ട കേസിൽ ഒരു പാമ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ആരും സഞ്ചരിക്കാത്ത ആ വഴികൾ പിന്നീട് പലരും സഞ്ചരിക്കുന്ന വലിയ പാതകളായി മാറും എന്നതിന്റെ ഉദാഹരണം. ഹരികൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറുടെ ദാറ്റ് ഓൺ സൈറ്റ് ഇൻക്ലിംഗ് വേറിട്ട ആ ചിന്തയ്ക്ക് സല്യൂട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.